കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് നോർത്ത് പറവൂർ. ഈ മണ്ഡലം കഴിഞ്ഞ 20 വർഷമായി ഒരു വ്യക്തിയുടെ പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവും UDFിൻ്റെ മുഖ്യമന്ത്രി പ്രതീക്ഷയുമായ VD സതീശൻ. 2026 തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ LDF ഇവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഇറക്കുമെന്ന് ഉറപ്പാണ്. അതിൽ പ്രധാനമായി ഉയരുന്ന പേരാണ് മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാറിൻ്റെത്. ഇത് യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ഹൈ വോൾട്ടേജ് മത്സരമാകും നോർത്ത് പറവൂരിൽ നടക്കുക. പറവൂർ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. നഗരസഭയും പഞ്ചായത്തുകളും ചേർന്ന മണ്ഡലം. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം വോട്ടുകളുടെ മിശ്ര വോട്ടിംഗ് പാറ്റേണാണ് പറവൂരിൽ. ഇവിടെ വ്യക്തി കേന്ദ്രീകൃത വോട്ട് വളരെയധികം ശക്തമാണ്. അതുകൊണ്ടാണ് സതീശൻ തുടർച്ചയായി വിജയിച്ചു വരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് സതീശൻ നേടിയത്. 51% വോട്ട് ഷെയർ. സതീശൻ 82,000 വോട്ട് നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി നേടിയത് 60,000 വോട്ടുകൾ മാത്രമാണ്. BJPക്ക് കാര്യമായ സ്വാധീനം ഇല്ലാത്ത മണ്ഡലത്തിൽ മത്സരം LDFും UDFും തമ്മിലാണ്. 2011 11,000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന VD സതീശൻ അത് കൃത്യമായി വർദ്ധിപ്പിച്ചു. 2000 മുമ്പ് വരെ ഇടതുകോട്ടയായിരുന്ന നോർത്ത് പറവൂർ CPI, CPM, കേഡർ ശക്തി, തൊഴിലാളി യൂണിയൻ സ്വാധീനം, തീരദേശത്ത് ശക്തമായ ഇടതുപക്ഷ സ്വാധീനം എല്ലാം ഇതിന് കാരണമായി. അന്ന് വ്യക്തിത്വമല്ല പാർട്ടി വോട്ടാണ് മണ്ഡലത്തിൽ വിജയം തീരുമാനിച്ചിരുന്നത്. LDF ഇപ്പോൾ പറവൂരിൽ തുടർച്ചയായി തോൽക്കാനുള്ള പ്രധാന കാരണം ശക്തമായ സ്ഥാനാർത്ഥികളുടെ അഭാവമാണ്. വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിന് മറുപടിയില്ലാത്ത അവസ്ഥ. ഭൂരിഭാഗം ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് പോകുന്ന അവസ്ഥ. 2026 തിരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാർ LDFിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ സ്ഥിതിയിൽ മാറ്റം വരും. 2021 UDF കോട്ടയായിരുന്ന തൃശ്ശൂരിൽ 16,000 വോട്ടിൻ്റെ അട്ടിമറി വിജയം നേടി കൃഷിമന്ത്രിയായ നേതാവാണ് VS സുനിൽകുമാർ. കേരളത്തിൽ അറിയപ്പെടുന്ന അഴിമതിയുടെ കറ പുരളാത്ത സൗമ്യനായ രാഷ്ട്രീയ നേതാവാണ് VS സുനിൽകുമാർ. കേരളത്തിൽ എവിടെ മത്സരിച്ചാലും വ്യക്തിപരമായ വോട്ട് നേടാൻ കഴിവുള്ള നേതാവ് കൂടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പരാജയപ്പെട്ടുവെങ്കിലും ശക്തമായ മത്സരമാണ് സുരേഷ് ഗോപിക്കെതിരെ സുനിൽകുമാർ കാഴ്ചവെച്ചത്. UDFിൻ്റെ സിറ്റിംഗ് സീറ്റിൽ UDF മൂന്നാമതായപ്പോഴും സുനിൽകുമാർ LDFിൻ്റെ വോട്ട് വീതം വർദ്ധിപ്പിച്ചു. പറവൂരിൽ ചർച്ചയാകുന്ന മറ്റൊരു കാര്യം ആൻറ്റി ഇൻകംബൻസി ഫാക്ടറാണ്. 25 വർഷമായി ഒരാൾ തന്നെയാണ് MLA. LDF ഇവിടെ ഉയർത്തുക പറവൂരിന് മാറ്റം വേണമോ എന്ന ചോദ്യമായിരിക്കും. 25 വർഷം MLA ആയിരുന്നിട്ടും കാര്യമായ വികസന പദ്ധതികളൊന്നും തന്നെ പറവൂരിലെത്തിയിട്ടില്ല. അതുപോലെ തന്നെ പുനർജനി ഫണ്ട് വിവാദവും LDF ഉയർത്തിയാൽ അത് സതീശനെതിരെയുള്ള നെഗറ്റീവ് ഫാക്ടറാണ്. UDF അധികാരത്തിലെത്തിയാൽ പറവൂരിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്ന പോസിറ്റീവ് ഫാക്ടർ സതീശന് ഗുണം ചെയ്യും. നിലവിലെ അവസ്ഥയിൽ UDFിന് പറവൂരിൽ ഭീഷണിയൊന്നും തന്നെ ഇല്ലെങ്കിലും LDF ഒരു ശക്തനിറക്കിയാൽ ഫലം പ്രവചനാതീതമാകും. 2021 തെരഞ്ഞെടുപ്പിൽ MP രാജേഷിലൂടെ തൃത്താലയിൽ കോൺഗ്രസിൻ്റെ യുവനേതാവ് VT ബൽറാം തോറ്റതുപോലെ പറവൂരിലും LDFിൻ്റെ സ്വാധീനം വെച്ച് അത്തരം ഒരു അട്ടിമറി സാധ്യമാണ്.